ഒരു മുൻ MLA ഉണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളത്. അപ്പോൾ ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലയും ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലെ ആളുകൾ വന്നൊരു പ്രതിപട്ടികയാണ് ഇപ്പോൾ CBI കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പാർട്ടി കൊന്നതാണ് എന്നുള്ളത് തന്നെയാണ്. CPIM കൊന്നതാണ് എന്നുള്ളതിന് ഇതിൽ പരം ഇനി തെളിവ് വേറെ വേണ്ട. ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPIM-ന് ഒളിച്ചു മാറാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ പ്രതികളുടെ ഒക്കെ രക്ഷാധികാരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കാരണം CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ മണീന്ദർ സിംഗിനെയും രഞ്ജിത്തിനെയും പോലുള്ള ആളുകളെ അവിടെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് ഗവൺമെൻറ് ആയിരുന്നു. സർക്കാർ ചെലവിൽ, ജനങ്ങളുടെ ചെലവിലാണ് ഈ കേസ് അട്ടിമറിക്കാൻ CPIM ശ്രമം നടത്തിയത്, ഭരണകൂടം ശ്രമിച്ചത്. ഈ പ്രതികളുടെ മുഴുവൻ രക്ഷാധികാരിയും അവരുടെ കൺകണ്ട ദൈവങ്ങളെ പോലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെൻറ്റും പെരുമാറിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ശ്രമങ്ങൾ വരെ അതിജീവിച്ചിട്ടാണ് ഇപ്പോൾ ഈ കേസിൽ ഈ വിധി വന്നിരിക്കുന്നത്. ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് ആ കുടുംബം കരഞ്ഞു പറയുന്നത് ഇന്നും നമ്മൾ കേട്ടു. ഇതൊരു സംഘർഷത്തിനിടയിൽ ഒന്നും ഉണ്ടായ ഒരു കൊലപാതകമല്ല. കേസിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം, അവർ മുൻകൂട്ടി തീരുമാനിച്ച് ആളുകൾ വെയിറ്റ് ചെയ്ത് സംഘം ചേർന്ന് യോഗം ചേർന്ന് കൊല്ലാൻ തീരുമാനിച്ചു. ഫോട്ടോയിൽ ഈ ചെറുപ്പക്കാരുടെ ഫോട്ടോക്ക് നേരെ ഇൻഡു മാർക്കിട്ടിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ടു. അവർ ബസ്സിൻ്റെ വരുന്ന റൂട്ട് തീരുമാനിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വാഹനം തീരുമാനിച്ചു, പ്രതികളുടെ വസ്ത്രം കത്തിക്കാനുള്ള ആളവരെ ചുമതലപ്പെടുത്തി. സ്റ്റേഷനിൽ നിന്നൊരു മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രണ്ടാം പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത് വരെ ഉണ്ടായി. കംപ്ലീറ്റ്ലി പാർട്ടി തീരുമാനിച്ച്, പാർട്ടി തിരക്കഥ എഴുതി, പാർട്ടി സംവിധാനം ചെയ്ത്, പാർട്ടി നടത്തിയ കൊലപാതകമാണ് എന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ വന്നിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ നീതി, സ്വാഭാവിക നീതി അട്ടിമറിക്കാൻ ജനങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കാൻ ഇവർക്ക് എങ്ങനെ ആരധികാരം കൊടുത്തു? പൊതുഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം കൊണ്ട്, ഞങ്ങൾ മുമ്പ് നിയമസഭയിലും പറഞ്ഞിട്ടുള്ളതാ, ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും അച്ഛനും അമ്മയും ഉൾപ്പെടെ അവരുൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കോടികൾ ചെലവിട്ടത് അത് CPIM തിരിച്ചടക്കണം പൊതുഖജനാവിലേക്ക്. രണ്ട്, ഈ കുടുംബങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന പോലെ അവരോട് ഈ പ്രതികൾക്ക് തൂക്കുകയറ് മേടിച്ചു കൊടുക്കണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാൾ കാലുമാറിയപ്പോൾ, പാർട്ടി മാറിയപ്പോൾ ഇവിടുത്തെ വക്കീലിനെ വെച്ചിട്ട് ഈ പ്രതികളുടെ വക്കീലാക്കി മാറ്റുന്ന തരംതാണ നടപടിക്കും CPIM നേതൃത്വം നൽകി. CK ശ്രീധരൻ ഈ വാദികൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിന്നിരുന്ന ആളാണ്. അയാൾ പാർട്ടി മാറിയപ്പോൾ കേസിൽ നിന്ന് ഇവിടുന്ന് വിടുതൽ ചെയ്ത് അപ്പുറത്തെ പ്രതികൾക്ക് വേണ്ടി അയാൾ അപ്പിയർ ചെയ്യുക. ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, അയാൾ നേരിട്ട് കുടുംബങ്ങളിൽ ചെന്ന് ആശ്വസിപ്പിച്ച ആ അമ്മ നിങ്ങളിവിടെ ഇപ്പൊ കണ്ടു, പ്രിയപ്പെട്ട ലതേച്ചിയും ബാലാമണി ചേച്ചിയും, അവരുടെ രണ്ടുപേരും ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് പ്രതികരിക്കുകയാണ്.